ആദ്യം താങ്കൾ സേതു എന്ന് പറയുന്ന സിനിമ ബാല എന്ന് പറയുന്ന സംവിധായകൻ താങ്കളെ വിശ്വസിച്ചേൽപ്പിച്ചതാണ്. താങ്കളുടെ കരിയറിന് തന്നെ ഏറ്റവും വലിയ ഒരു മാറ്റം ഉണ്ടാക്കിയത് ആ സിനിമയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അമീർ പരുത്തിവീരനെടുത്തു, അതുപോലെ ശശികുമാർ ഇപ്പോൾ ചില നല്ല സിനിമകൾ നാടോടി, അതുപോലെ പശങ്ക, അതിനു മുമ്പ് സുബ്രഹ്മണ്യപുരം. അപ്പോൾ അത്തരം സിനിമകൾ എടുക്കുന്ന ആ ഗ്രൂപ്പിന്റെ കൂടെ ഇപ്പോൾ വിക്രമില്ല. വിക്രം അവർക്ക് കിട്ടാത്ത ഒരാളായിട്ട് മാറി. ആണോ? ആദ്യം ബാല എപ്പോൾ പടം ചെയ്താലും ഞാൻ ചെയ്യും. നിങ്ങൾക്കറിയാം ബാല പടം ചെയ്യാൻ ഇഷ്ടമല്ല. അവർ വെറുതെ റിലാക്സ് ചെയ്തിട്ട് എപ്പോഴും ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ ദേഷ്യത്തിൽ ഏതാതെ പറയും, എന്തിനാ ഇങ്ങനെ ഉണ്ട്, വൈ എന്തിനാ പ്രൊഡ്യൂസറായി, ദയവായി ഒരു പടം ചെയ്, എന്നെ ഹീറോ ആയിട്ടുണ്ട്, ഏതാതെ ഒരു ഹീറോ ഇട്ടാലും മതി, പ്ലീസ് ഡു എ മൂവി. അത് ബാല. സോ അവർ ഈ ടോപ്പിക്കിൽ ഇല്ല. അമീർ അടുത്തത് ഞാൻ പടം ചെയ്യും. അമീർ ഇപ്പോൾ നെക്സ്റ്റ് ഈ ഞാൻ ചെയ്യുന്ന രണ്ടാമത് പടത്തിന് ശേഷം അമീറോട് ഒരു പീരിയഡ് ഫിലിം ഞാൻ ചെയ്യുന്നത് 2. ശശികുമാരൻ ഞാൻ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അരമണിക്ക് മുൻപ് ഞാൻ സംസാരിച്ചു അവരോട്. ആൻഡ് ഞാൻ ശശിയോട് നീ ഒരു പടം ചെയ്യുന്ന ഞാൻ പറയുമ്പോൾ അവർ വന്ന് ഇല്ല ഇപ്പോൾ വേണ്ട, நான் வேற ஒரு படம் செய்துட்டு வரேன், நான் உங்களுக்கு பண்ண ஸ்கிரிப்ட் வேற மாதிரி இருக்கணும், சின்ன பசங்க வச்சுலாம் பண்ண முடியாது, உங்களுக்கு ஸ்பெஷலாக பண்ணலாம். பட் இப்போ ഞാൻ ഐ എം പ്രൊഡ്യൂസിങ് എ മൂവി വിത്ത് ആൻഡ് അത് ഒന്ന്. ബട്ട് നെക്സ്റ്റ് തിങ് ഇസ് ഞാൻ ഒരു പടം ഇത് എന്തിനാ മലയാളം പടം ചെയ്യാതെ ചോദ്യം പോലെ എനിക്ക് ഒരു പടം 2 വർഷത്തിൽ ഒരു 3 വർഷത്തിൽ വരുന്ന ഒരു പടം. സോ ഒരു ഡയറക്ടർ ചെയ്തിട്ട് അടുത്ത ഡയറക്ടർ വരുമ്പോൾ അത് എന്ത് ഡയറക്ടർ ഒന്നും അന്ത ടൈമിൽ യാർ ഫ്രീയോ. ഇപ്പോൾ അമീർ ഒരു 3 കൊല്ലമായിട്ട് ഇപ്പോൾ വെയിറ്റിംഗ് എന്നോട് ചെയ്യാം. ബട്ട് ഐ ഡോണ്ട് ഹാവ് ഡേറ്റ്സ്. താങ്കൾക്കറിയാവുന്നതുപോലെ മമ്മൂട്ടിക്ക് ഒരു മോശം സമയം ആയിരുന്നപ്പോഴാണ് ജോഷി ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ എടുത്തത്. മമ്മൂട്ടിക്ക് ആ ജോഷിയോടുള്ള കടപ്പാട് വളരെ വലുതാണ്. അതുപോലെ ഒറ്റയ്ക്ക് ഒരാൾ എടുത്താൽ വിക്രമിന്റെ കടപ്പാട് ആരോടാണ്? എനിക്ക് എൻ്റെ ഡയറക്ടേഴ്സ് എല്ലാവരും എനിക്ക് ഭയങ്കര ഒരു ലൈക്ക് ശങ്കർ സാറാ ഇരിക്കട്ടും, ഇല്ലെങ്കിൽ ധരണിയെ ഇരിക്കട്ടും, ഇല്ലെങ്കിൽ ഹരി, എല്ലാവരും ക്ലോസ്. ബട്ട് എനിക്ക് ക്ലോസ് ആണെങ്കിൽ എനിക്ക് ബാലാവും നാനും എപ്പോഴും ഞാൻ പറയും ഒരു ഭാര്യയാവും ഹസ്ബൻഡ് പോലെ അങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ്. ഇൻ ദ സെൻസ് ഈവൻ ഓൺ ദ സെറ്റ് അവർ ഒരു 100 പേർ ഷോട്ടിലുണ്ടാകുമ്പോൾ ഞാനും ഉണ്ടാകുമ്പോൾ കട്ട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ നേരായിട്ട് ഞാൻ കറക്റ്റായിട്ട് ഒരാളെടുത്ത് പോയിട്ട് എന്തിനാ ഇത് ചെയ്തു, അത് വേണ്ട, ഇത് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്യും. എനിക്കറിയാം ബാല എന്താ പറയും, ബാലക്ക് എന്താ വേണം എനിക്കറിയാം. അതുകൊണ്ട് സെക്കൻഡ്, ബാലാവും ഞാനും ഭയങ്കര ലവ് ഹേറ്റ്, എപ്പോഴും ഒരു ദേഷ്യം വരും, പിന്നെ ഏതോ പ്രശ്നം വരും, അതെല്ലാം പ്രസ്സിലെല്ലാം വന്നു. ബട്ട് അതെല്ലാം ഇപ്പോഴും ബാല വന്നിട്ട് വിക്രം ചീത്ത പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞാലും അടുത്ത നിമിഷം ഞാൻ ബിക്കോസ് ഐ ലവ് ഹിം സോ മച്ച്, അത് വന്ന് വേറെ ആരും ആ സ്ഥലത്തിന് എൻ്റെ അച്ഛൻ എൻ്റെ ബ്രദർ കൂടെ ആ സ്ഥലത്തിൽ വരാൻ വയ്യ. ഹീസ് സോ സ്പെഷ്യൽ ടു മീ. വിക്രം ഇത്രയും കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിച്ചതിൽ വിക്രമിന്റെ സ്വഭാവവുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കഥാപാത്രം അങ്ങനെ ഒരാൾ എടുത്തു കാട്ടാനുണ്ടോ? കൊഞ്ചം റെമോ, കൊഞ്ചം കന്ദസ്വാമി. ഐ തിങ്ക് അത് ബട്ട് എനിക്ക് എപ്പോഴും ഇപ്പോൾ എല്ലാവരും കന്ദസ്വാമിയിൽ സ്മാർട്ടായിട്ടുണ്ട്, ബട്ട് ഓർ കന്ദസ്വാമിയിൽ എങ്ങനെയുണ്ട്, ഓർ റെമോ അത് സ്കൂളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതർവൈസ് ഐ തിങ്ക് ഓൾ ദി അതൊക്കെ കിങ് എന്നൊരു പടം ചെയ്തു. അതിൽ കുറച്ച് ഐ എം വെരി പ്ലേഫുൾ, കുറേ ജോക്സ് അടിക്കും, പിന്നെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലാത്ത ഒരു ഡ്രീമർ, അങ്ങനെ ഒരു ടോട്ടലായിട്ട് എൻ്റെ പോലെ ഒരു കഥാപാത്രം ഞാൻ ചെയ്തിട്ടില്ല. ബട്ട് ഐ തിങ്ക് കിങ്, റെമോ, കന്ദസ്വാമി കുറച്ച്. അവസാനമായിട്ട് ചോദിക്കട്ടെ, ഇപ്പോൾ സിനിമയിൽ ഒരുപാട് സിനിമാ രംഗത്ത് വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു, അതിനുശേഷം ആത്മവിശ്വാസത്തോടെ താങ്കൾ തിരിച്ചു വന്നു, താങ്കളുടെ പരിശ്രമം അതിലുണ്ട്. താങ്കൾ ശരിക്കും ഈ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? എനിക്ക് നിങ്ങൾ ചോദിച്ചല്ലേ മെസ്സേജ്, അതെല്ലാം ഒന്നുമില്ല. എനിക്ക് വന്നിട്ട് ഒരു മെസ്സേജ്, ഇപ്പോൾ കന്ദസ്വാമി മെസ്സേജ്, അത് ക്യാരക്ടർ, അത് കഥ, അത്രയേ ഉള്ളൂ. എനിക്ക് വന്നിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യും, ഇല്ലെങ്കിൽ ആ സാമുറായിൽ ഇങ്ങനെ ഒരു മെസ്സേജ്, അതിലല്ല. എനിക്ക് എൻ്റർടൈൻമെൻറ്റ് ആസ് എൻ ആക്ടർ ഞാൻ എൻ്റർടൈൻ ചെയ്യണം. ഇതില്ലാത്ത വിക്രം ഫൗണ്ടേഷൻ ഒന്ന് ഞാൻ തുടങ്ങി. അപ്പോൾ ആ ഫൗണ്ടേഷനിൽ നമ്മൾ ഇപ്പോൾ ഒരു 47 ഹാർട്ട് ഓപ്പറേഷൻസ് ചെയ്തു ചെറിയ പിള്ളേർക്ക്. എനിക്ക് ഇത് ഒരു വലിയ ഇവിടെ ഞാൻ പറയുന്നത് ഇതൊരു ഞാൻ ഗ്രേറ്റ് ഐ ഡിഡ് ദിസ് അങ്ങനെയില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഞാൻ വിചാരിച്ചു ഒരു നടനായിട്ട്, ഇല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യനായിട്ട്, ഇല്ലെങ്കിൽ ഒരു ക്രിക്കറ്ററായിട്ട് ഏതാ ചെയ്യുമ്പോൾ മക്കൾക്ക് അത് ഒരു റീച്ച് ആവും. അപ്പോൾ അവർ കൂടെ വിക്രം ചെയ്യുമ്പോൾ നമ്മളും ചെയ്യാമല്ലേ, ദാറ്റ് ഈസ് വൺ തിങ്. ഇപ്പോൾ ചെറിയ ഇപ്പോൾ ഞാൻ കാശി ചെയ്തു, അതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേ എൻ്റെ ഐസ് കന്ദാനം ഞാൻ ചെയ്തു. സോ ഐ ഹവ് ഗിവൻ ദാറ്റ്. എന്നോടൊപ്പം 1000 ഫാൻസ്, നിങ്ങൾ മാത്രം ചെയ്യില്ല, ഞങ്ങളും ചെയ്യുന്ന ഓൺ മൈ ബർത്ത്ഡേ 1000 ഫാൻസ് ചെയ്തു. അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം, കുറേ വിഷയങ്ങളുണ്ട്. അത് എല്ലാം നമ്മൾക്ക് ഒരു പവർ ഉണ്ട്. ഐ തിങ്ക് ഐ ക്യാൻ ഡു ഇറ്റ്. ബട്ട് ഇത് அரசியல் பாலிடிக்ஸ் അതൊന്നുമില്ല. അത് അടുത്തത് ഞാൻ പോളിറ്റിക്സിലേക്ക് ഇറങ്ങും അങ്ങനെ ഇല്ല. സത്യമായിട്ട് എങ്ങനെ എപ്പോഴാതെ ഞാൻ പോളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ നിങ്ങൾ വന്നിട്ട് എനിക്ക് ഹോം മിനിസ്ട്രി താന്ന് പറയോ, ഞാൻ തരും. ഇത് സത്യം. നിങ്ങൾ TV മേലെ ഐ എം സെയിങ്
which I won't do. I'm just saying. അപ്പോൾ പുതിയ തീരുമാനങ്ങൾ എല്ലാം നടപ്പാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.